ഹലോ എവരിവൺ, ഞാൻ ഇന്നൊരു വെഡ്ഡിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആവണേ. അപ്പം ഞാൻ കരുതി ഒന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആക്കിയാലോ എന്ന്. ഇന്നിവിടെ രാവിലെ തൊട്ട് സ്നോ ആയിരുന്നേ. അപ്പോൾ സ്നോ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് എൻ്റെ രാവിലെ തൊട്ട് കോൾഡ് തുടങ്ങി. എനിക്ക് തീരെ പറ്റുന്നില്ലത് ശരിക്കും ചെയ്യാൻ. പക്ഷെ എന്നാലും വെഡ്ഡിങ്ങിന് പോകാൻ എനിക്ക് ഒരുങ്ങി പോകുന്നതാണ് ഇഷ്ടം. ഷാർക്കിൻ്റെ ഹെയർ സ്റ്റൈലറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് പ്യൂറോളജിയുടെ ഒരു ലിവിങ് കണ്ടീഷണറും അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റൈലറും കൊണ്ടിട്ട് മുടിയെല്ലാം ഒന്ന് കേൾ ചെയ്തിടുവാണേ. അത് കഴിഞ്ഞൊരു ഹെയർ സിറം അപ്ലൈ ചെയ്തു. ഹെയർ സിറം കഴിഞ്ഞിട്ട് ഒരു ഹെയർ സ്പ്രേയും അപ്ലൈ ചെയ്തു കേട്ടോ. ഞാൻ ലോറിയലിൻ്റെ ഹെയർ സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്താലേ എല്ലാം ഒന്ന് സെറ്റായിട്ട് ഇരിക്കത്തുള്ളൂ വൈഡം വരെ. ഇനി നമുക്ക് ഫേസിന് മേക്കപ്പാണ്. അപ്പോൾ അത് തന്നെ നല്ലൊരു ടോണറാണ് കേട്ടോ. അവിടുത്തെ ടോണർ കം മോയ്സ്ചറൈസറാണ്, ഒരു കൊറിയൻ പ്രോഡക്റ്റ് കേട്ടോ അത്. അത് കഴിഞ്ഞ് ഒരു കളർ കറക്റ്റർ അപ്ലൈ ചെയ്തു. എൽഫിൻ്റെ കളർ കറക്റ്ററാണ്. പിന്നെ നാഴ്സിൻ്റെ ഒരു കൺസീലറും. അതിനുശേഷം ഞാനാണെങ്കിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. മാക്കിൻ്റെ ഫൗണ്ടേഷനായിരുന്നു. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ബോബി ബ്രൗണിൻ്റെ ഒരു കോൺടൂറിങ് ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കോമ്പാക്ട് പൗഡറാണ്. കോമ്പാക്ട് പൗഡറും മാക്കിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ റെവ്ലോണിൻ്റെ ഐലൈനറാണ് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു കാജലും മസ്കാര ഇട്ട് കൊടുക്കണേ. അത് കഴിഞ്ഞ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഞാൻ കൊടുക്കാൻ പോകുന്ന സാരി ഒരു പിങ്ക് ഷെയ്ഡാണ്, അതുകൊണ്ടാണ് ഒരു പിങ്ക് കളർ കൊടുത്തത്. അതിനുശേഷം ഐബ്രോസ് ഫില്ല് ചെയ്തു. എൻ്റെ ഐബ്രോസ് അധികം ഫില്ല് ചെയ്യാനൊന്നുമില്ല, ഓൾറെഡി അത് ഇത്തിരി ഡാർക്കാണ്. അതിനുശേഷം ഞാനൊരു ചെറി ഷെയ്ഡിലെ റെവ്ലോണിൻ്റെ ഒരു ലിപ് ലൈനർ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാനാണെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ലിപ്സ്റ്റിക്ക്, ഞാൻ ലോറിയൽ പാരഡൈസിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഐ മേക്കപ്പ് ചെയ്തപ്പോൾ ഓർത്തില്ല ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ വേണ്ടി. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ഐ ഷാഡോ പാലറ്റാണിത്. അതിനുശേഷം ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തു. അപ്പോൾ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി സാരി എടുക്കണം. സാരി എനിക്ക് വിത്തിൻ 2 minutes കൊണ്ട് ഞാൻ എടുത്തു കഴിഞ്ഞു. ബിക്കോസ് ലാസ്റ്റ് നൈറ്റ് ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചായിരുന്നു, പ്ലേറ്റും എല്ലാം എടുത്ത് വെച്ചായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ ജ്വല്ലറി, ഞാൻ 4 years മുൻപ് കോൺവെൻറ്റ് ജംഗ്ഷനിൽ നിന്ന് എന്തോ പർച്ചേസ് ചെയ്ത ജ്വല്ലറി ആയിരുന്നു കേട്ടോ. ഒരു ജുംക്കിയും എൻ്റെ കൂടെ പെയറായിട്ട് കിട്ടിയൊരു മാലയായിരുന്നേ. ഇനി വളയും ഇടണം, പൊട്ടും കുത്തണം. വള എനിക്കിത്ര ടൈറ്റായെന്ന് തോന്നുന്നു. എൻ്റെ കൈക്ക് തടി വെച്ചു. 4 വർഷമായല്ലോ ഞാനിത് പർച്ചേസ് ചെയ്തത്, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഒരു റിങ്ങും ഉണ്ട്. പക്ഷേ മുടി ഓപ്പൺ ആക്കിയിട്ടപ്പോൾ ഒരു സൈഡ് എൻ്റെ ജ്വല്ലറി ഒന്നും കാണുന്നില്ല, എൻ്റെ കമ്മൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ കരുതി എന്നാൽ സൈഡൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം. അങ്ങനെ മുടിയുടെ സൈഡെല്ലാം ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടോ. ഞാൻ ഏതാണ്ട് 2-3 മണിക്കൂർ എടുത്ത് പ്ലീറ്റ് ചെയ്തതാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പ്ലീറ്റ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടോ? തലേദിവസം തന്നെ പ്രിപ്പയർ ചെയ്തതുകൊണ്ട് എനിക്ക് പോകാൻ റെഡി ആവാൻ വേണ്ടി അധികം ടൈം എടുത്തില്ല. മേക്കപ്പും ഹെയറും മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഇറങ്ങാൻ പറ്റി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ എൻ്റെ കൂടെ ഒരു ഗോൾഡൻ കളറിലെ ക്ലച്ചാണ് കേട്ടോ സ്റ്റൈൽ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം യുവർ മെന്റേഴ്സ്. ബൈ.